എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2018 ജൂണിൽ നടന്ന കേടെറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, എറിക് എറിക്സണിന്റെ മാനസിക സാമൂഹ്യ വികാസ പ്രക്രിയ അനുസരിച്ച് പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം ഏതാണ്? എറിക് എറിക്സണിന്റെ മാനസിക സാമൂഹ്യ വികാസ പ്രക്രിയ അനുസരിച്ച് പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം ഏതാണ്? According to Erik Erikson's psychosocial development theory, primary school children face the crisis of A. മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ബി. സ്വത്വം സ്ഥാപിക്കൽ വേഴ്സസ് സ്വത്വ പ്രതിസന്ധി, ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ. സി. അധ്വാനം വേഴ്സസ് അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഡി. സ്വയം തീരുമാനം വേഴ്സസ് ലജ്ജ, ഓട്ടോണമി വേഴ്സസ് ഷെയിം. ആൻസർ ഓപ്ഷൻ സി ആണ്, അധ്വാനം വേഴ്സസ് അപകർഷത. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ചോദ്യം 2, പഠനത്തെ സംബന്ധിച്ച ഒരു ഗ്രാഫിക്കൽ ചിത്രം കാണുക. പഠനത്തെ സംബന്ധിച്ച ഒരു ഗ്രാഫിക്കൽ ചിത്രം, ആ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇംഗ്ലീഷ് ഭാഗം അല്പം ഇവിടെ കൊടുത്തിരിക്കുന്നു. എ ലേണിംഗ് കർവ് ഈസ് ഗിവൺ ഇൻ ദ പിക്ചർ. എ ലേണിംഗ് കർവ് എന്നാണല്ലോ ഇതിന് പറയുക. അതാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിലുള്ള ചോദ്യത്തിന്റെ ബാക്കി ഭാഗം ഇവിടെ കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം സ്ഥലപരിമിതി മൂലമാണ്. മലയാളത്തിലുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നോക്കാം. ചിത്രം അനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? മുകളിലുള്ള ചിത്രം നോക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ താഴെയുള്ള ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദ്യം. എ. പഠനം തുടക്കത്തിൽ ഉയർന്നു പോകുന്നു, പിന്നീട് പഠന മികവ് കുറയുന്നു. ബി. പഠനം എല്ലായ്പ്പോഴും മെച്ചമായി നീങ്ങുന്നു. സി. പഠനം തുടക്കത്തിൽ താഴ്ന്നു നിൽക്കുന്നു, പിന്നീട് മെച്ചപ്പെടുന്നു. ഡി. പഠന പുരോഗതി താഴ്ന്നും ഉയർന്നും നീങ്ങുന്നു. അപ്പൊ ഈ ചിത്രത്തിലേക്ക് നോക്കുക, നമ്മൾ ഇവിടെ ഈ ഗ്രാഫിലേക്ക് നോക്കിയാൽ ഇങ്ങനെ ഉയർന്നു പോവുകയാണ്. പക്ഷെ മുകളിലെത്തുമ്പോൾ ലേശം ഇങ്ങനെ വളഞ്ഞു വരുന്നുണ്ടല്ലേ, ചെറിയ രൂപത്തിലെങ്കിലും വളഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരിയാവുക. പഠനം തുടക്കത്തിൽ ഉയർന്നു പോകുന്നു, പിന്നീട് പഠന മികവ് കുറയുന്നു. ആ കുറയുന്നത് കൊണ്ടാണ് ഇതിനൊരു വളവ് ഇങ്ങനെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അത് നേരെയാണ് പോവുക. ഇതിവിടെ വളയാൻ കാരണം പഠന മികവ് പിന്നീട് കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരി. 3, ഓർമ്മയുടെ തലത്തിൽ തന്നിട്ടുള്ള വസ്തുതകളും വിവരങ്ങളും അടിസ്ഥാനമാക്കി പുതിയ നിയമങ്ങളും തത്വങ്ങളും രൂപപ്പെടുത്തുന്നതിനെ പറയുന്നത്. ഓർമ്മയുടെ തലത്തിൽ തന്നിട്ടുള്ള വസ്തുതകളും വിവരങ്ങളും അടിസ്ഥാനമാക്കി പുതിയ നിയമങ്ങളും തത്വങ്ങളും രൂപപ്പെടുത്തുന്നതിനെ പറയുന്നത്. ഡെവലപ്പിംഗ് ന്യൂ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓൺ ദി ബേസിസ് ഓഫ് ഗിവൺ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ മെമ്മറി ലെവൽ ഈസ് കോൾഡ്. എ. സാമാന്യവൽക്കരണം, ജനറലൈസേഷൻ. ബി. സ്വാംശീകരണം, അസിമിലേഷൻ. സി. പ്രയോഗം, ആപ്ലിക്കേഷൻ. ഡി. ഒരുമിച്ച് ചേർക്കൽ, അസോസിയേഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, സാമാന്യവൽക്കരണം അഥവാ ജനറലൈസേഷൻ. 4, ബിന്ദു ടീച്ചർ എല്ലാ ദിവസവും തന്റെ ക്ലാസ്സിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ സമയം കണ്ടെത്തുന്നു. ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ വ്യക്തിപരമായി തീർക്കും. ആവശ്യമെങ്കിൽ പ്രാഥമികാശയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. ഇതിനെ പറയാവുന്നത്. ബിന്ദു ടീച്ചർ എല്ലാ ദിവസവും തൻ്റെ ക്ലാസ്സിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ സമയം കണ്ടെത്തുന്നു. ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ വ്യക്തിപരമായി തീർക്കും. ആവശ്യമെങ്കിൽ പ്രാഥമികാശയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. ഇതിനെ പറയാവുന്നത്. എ. വീണ്ടും പഠിപ്പിക്കൽ അഥവാ റീടീച്ചിങ്. ബി. പരിഹാരബോധനം അല്ലെങ്കിൽ റെമഡിയേഷൻ.
സി കോച്ചിങ് നൽകൽ, കോച്ചിങ്. മാർഗനിർദ്ദേശം നൽകൽ, ഗൈഡിങ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, റെമഡിയേഷൻ അഥവാ പരിഹാരബോധനം. ചോദ്യം 5. ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ ഫെമിന ടീച്ചർ എപ്പോഴും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് അവസരം നൽകുന്നു. ഇതുവഴി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും സാധിക്കുന്നു. ഈ തന്ത്രത്തിലൂടെ കുട്ടികളിൽ വികസിക്കുന്നത്. ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ ഫെമിന ടീച്ചർ എപ്പോഴും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് അവസരം നൽകുന്നു. ഇതുവഴി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും സാധിക്കുന്നു. ഈ തന്ത്രത്തിലൂടെ കുട്ടികളിൽ വികസിക്കുന്നത് എ വാചിക ബുദ്ധി, വെർബൽ ഇന്റലിജൻസ്. ബി ശാരീരിക ചലനപര ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. സി ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഡി വ്യക്ത്യാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വ്യക്ത്യാന്തര ബുദ്ധി അഥവാ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ചോദ്യം 6. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ ഉന്നമനത്തിനും വികസനത്തിനുമായി PWD ആക്ട് രൂപീകരിച്ച വർഷം. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ ഉന്നമനത്തിനും വികസനത്തിനുമായി PWD ആക്ട് രൂപീകരിച്ച വർഷം. ഫോർ ദ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസാബിലിറ്റി, an act called PWD Act was formulated in the year A 1986, B 1992, C 1995, D 2005. ആൻസർ ഓപ്ഷൻ സി ആണ്, 1995. 7. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രൂണറുടെ ആശയ സ്വീകരണവുമായി ബന്ധപ്പെട്ട ഘട്ടം അല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രൂണറുടെ ആശയ സ്വീകരണവുമായി ബന്ധപ്പെട്ട ഘട്ടം അല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേജ് ഓഫ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് ടു ലേണിംഗ് പ്രൊപ്പോസ്ഡ് ബൈ ബ്രൂണർ? എ പ്രവർത്തന ഘട്ടം, എനാക്റ്റീവ് സ്റ്റേജ്. ബി ബിംബന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ്. സി പ്രശ്ന നിർദ്ധാരണ ഘട്ടം, പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജ്. ഡി പ്രതിരൂപാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ്. ആൻസർ സി ആണ്, പ്രശ്ന നിർദ്ധാരണ ഘട്ടം, പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജ്. ചോദ്യം 8. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശമല്ലാത്തത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശമല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പർപ്പസ് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ? എ പ്രവർത്തനത്തിലൂടെയുള്ള പഠനത്തിന് പ്രാധാന്യം, എംഫസിസ് ഓൺ ലേണിംഗ് ബൈ ഡൂയിങ്. ബി തീമുകൾക്ക് ഊന്നൽ നൽകുന്ന ഉത്ഗ്രഥിത പാഠ്യപദ്ധതി, ഇൻറ്റിഗ്രേറ്റഡ് കരിക്കുലം ഫോക്കസ്ഡ് ഓൺ തീമാറ്റിക് യൂണിറ്റ്സ്. സി പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന് പ്രാധാന്യം, പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന് പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ടു ടെസ്റ്റ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ. ഡി പ്രശ്ന നിർദ്ധാരണത്തിനും വിമർശനാത്മക ചിന്തക്കും ഊന്നൽ, എംഫസിസ് ടു പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പൊ ഇതിൽ ഉദ്ദേശമല്ലാത്തത്, പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ ഉദ്ദേശമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന് പ്രാധാന്യം അഥവാ ഇമ്പോർട്ടൻസ് ടു ടെസ്റ്റ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ. അത് പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ അഥവാ പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ ഉദ്ദേശമല്ല. ചോദ്യം 9. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വളർച്ച എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വളർച്ച എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ
വിത്ത് റിഗാർഡ് ടു ദി കൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത്? എ. വളർച്ച ഒരു വ്യക്തിയുടെ ശാരീരികവും വർത്തനപരവുമായ മാറ്റങ്ങളെ കുറിക്കുന്നതാണ്. ഗ്രോത്ത് ഡിസ്ക്രൈബ്സ് ചേഞ്ചസ് ഓഫ് പെർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് ദ ബോഡി ആൻഡ് ബിഹേവിയർ ഓഫ് ആൻ ഓർഗാനിസം. ബി. വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ്. ഗ്രോത്ത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്. സി. വളർച്ചയെ പ്രകൃത്യാ തന്നെ നിരീക്ഷിക്കാൻ പറ്റും. ഗ്രോത്ത് ഈസ് ഒബ്സർവബിൾ ഇൻ നാച്ചുർ. ഡി. വളർച്ച വികാസം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? വളർച്ച സംബന്ധിച്ച്, ഗ്രോത്ത് സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ്. ഗ്രോത്ത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ് എന്നതാണ് ശരിയല്ലാത്ത പ്രസ്താവന. 10ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ്. ഒരു ഭാഗത്ത് കുറെ ചിന്തകരുടെ പേര് കൊടുത്തിരിക്കുന്നു, മറുഭാഗത്ത് ചില സിദ്ധാന്തങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത് ആരുടെ സിദ്ധാന്തമാണ് എന്ന് പരസ്പരം ചേർക്കുകയാണ് വേണ്ടത്. എ. ഓസുബെൽ. ഓസുബെലിനോട് ചേർന്നത് ഏതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്, അർത്ഥവത്തായ പഠനം, ഇൻസൈറ്റ്ഫുൾ പഠനം, ഓപ്പറന്റ് കണ്ടീഷനിങ്. നമുക്കറിയാം എ. ഓസുബെൽ എന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് അർത്ഥവത്തായ പഠനം അഥവാ മീനിങ് ഫുൾ ലേണിംഗ് എന്നതാണ്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? പാവ്ലോവ് ആണ്. പാവ്ലോവുമായി ബന്ധമുള്ള സിദ്ധാന്തം ഏതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് അല്ലെ? പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ബി എഫ് സ്കിന്നർ ഓപ്പറന്റ് കണ്ടീഷനിങ്. കോഹ്ലർ, ഇനി ഒന്നേ ബാക്കിയുള്ളൂ, കോഹ്ലർ ഇൻസൈറ്റ്ഫുൾ പഠനം അഥവാ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. ഇതാണ് ശരിയായത്, നമുക്കറിയാം. അപ്പൊ ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ എ 2 വന്നു, ബി 1 വന്നു, സി 4 വന്നു, ഡി 3 വന്നു. അപ്പൊ എ എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ എ എന്ന ഓപ്ഷനാണ് ശരി. ചോദ്യം 11. അഞ്ജന 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവൾ വീട്ടിൽ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. എന്നാൽ സ്കൂളിലെത്തിയാൽ അവൾ വാചാലയാകും. ഇത് കാണിക്കുന്നത് അഞ്ജന 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവൾ വീട്ടിൽ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. എന്നാൽ സ്കൂളിലെത്തിയാൽ അവൾ വാചാലയാകും. ഇത് കാണിക്കുന്നത് എ. സ്കൂളിൽ കുട്ടികൾക്ക് സംസാരിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ട്. ബി. സ്കൂളിൽ കുട്ടികൾ കൂടുതൽ സംസാരിക്കണമെന്ന് അധ്യാപകർ നിർദ്ദേശിക്കുന്നു. സി. അവൾ വീട്ടിലെ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നില്ല. ഡി. അവളുടെ ചിന്തകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് സ്കൂളിലാണ്. ആൻസർ ഡി ആണ്. അവളുടെ ചിന്തകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് സ്കൂളിലാണ്. അതുകൊണ്ടാണ് അവൾ കൂടുതൽ സ്കൂളിൽ വെച്ച് സംസാരിക്കുന്നത്. 12. അധ്യാപകൻ കുട്ടികളോട് അവരുടെ നോട്ട് ബുക്കിൽ 4 ത്രികോണങ്ങൾ വരയ്ക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഓരോ ത്രികോണത്തിൻ്റെയും കോണളവുകൾ അളന്ന് അവയുടെ തുക കാണാൻ പറഞ്ഞു. ഓരോ ത്രികോണത്തിൻ്റെയും കോണുകളുടെ തുക 180 ഡിഗ്രി എന്നാണ് കിട്ടിയത്. ഇതിൽ നിന്ന് അവർ കണ്ടെത്തിയത് ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്നാണ്. ഇവിടെ ഉപയോഗിച്ച രീതി, അധ്യാപകൻ കുട്ടികളോട് അവരുടെ നോട്ട് ബുക്കിൽ 4 ത്രികോണങ്ങൾ വരയ്ക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഓരോ ത്രികോണത്തിൻ്റെയും കോണളവുകൾ അളന്ന് അവയുടെ തുക കാണാൻ പറഞ്ഞു. ഓരോ ത്രികോണത്തിൻ്റെയും കോണുകളുടെ തുക 180 ഡിഗ്രി എന്നാണ് കിട്ടിയത്. ഇതിൽ നിന്ന് അവർ കണ്ടെത്തിയത് ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്നാണ്. ഇവിടെ ഉപയോഗിച്ച രീതി എ. ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ്. ബി. നിഗമന രീതി ഡിഡക്റ്റീവ് മെത്തേഡ്. സി. പരീക്ഷണ രീതി
ലബോറട്ടറി മെത്തേഡ്. ഡി ചിത്രരചനാ രീതി, ഡ്രോയിങ് മെത്തേഡ്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ആഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ്, ആഗമന രീതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ആൻസർ കീ ഉണ്ടെങ്കിൽ, പരീക്ഷാ ഭവൻ പുറത്തിറക്കിയിട്ടുള്ള ആൻസർ കീ ഉണ്ടെങ്കിൽ ആ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ബി ആണ്. പക്ഷെ പിന്നീട് ഇറങ്ങിയ റെക്ടിഫൈഡ് ആൻസർ കീയിൽ അത് എ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആൻസർ കീയിൽ ഇങ്ങനെയാണല്ലോ ഉള്ളത് എന്ന് സംശയം തോന്നേണ്ടതില്ല. 13. ഭാഷയുടെ വികാസത്തിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണം LAD ഉണ്ടെന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഭാഷയുടെ വികാസത്തിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണം LAD ഉണ്ടെന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? Who explained that there is a language acquisition device LAD in the brain of every individual for the development of language? A. Chomsky, B. Skinner, C. Vygotsky, D. Piaget. Answer A ആണ്, ചോംസ്കി. 14. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ആദർശ് വായന തുടങ്ങിയത്. എന്നാൽ പിന്നീട് വായനയെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ആദർശ് വായന തുടങ്ങിയത്. എന്നാൽ പിന്നീട് വായനയെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ആദർശ് വാസ് നോട്ട് അറ്റ് ആൾ ഇൻട്രസ്റ്റഡ് in reading books. His parents and teachers persuaded him to read books. In the beginning, his response was negative, but later, reading became a habit of his life. Related with the personality, this is an example of A. Incubation, B. Preparation, C. Orientation, D. Functional autonomy. Answer ഓപ്ഷൻ ഡി ആണ്, ഫങ്ഷണൽ ഓട്ടോണമി. ചോദ്യം 15. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത്? Which among the following stages does not belong to Piaget's stages of cognitive development? A. ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. B. പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷൻസ് സ്റ്റേജ്. C. രൂപാത്മക വ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷൻസ് സ്റ്റേജ്. D. ബിംബന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബിംബന ഘട്ടം അഥവാ ഐക്കോണിക് സ്റ്റേജ്. ചോദ്യം 16. കുട്ടി പഠിച്ച കാര്യങ്ങൾ സ്വയം വിമർശനാത്മകമായി പരിശോധിച്ച് ആശയങ്ങൾ ഗ്രഹിക്കുന്ന ഒരു മെറ്റാ കൊഗ്നിറ്റീവ് തലവും വിലയിരുത്തലിനുണ്ട്. ഇതിനെ പറയുന്നത്? കുട്ടി പഠിച്ച കാര്യങ്ങൾ സ്വയം വിമർശനാത്മകമായി പരിശോധിച്ച് ആശയങ്ങൾ ഗ്രഹിക്കുന്ന ഒരു മെറ്റാ കൊഗ്നിറ്റീവ് തലവും വിലയിരുത്തലിനുണ്ട്. ഇതിനെ പറയുന്നത്? The learned concepts will be critically evaluated by the learner and more clarity will be made by themselves through self-learning. This metacognitive level of assessment is called A. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. B. പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. C. വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ്. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം, ഓൾ ദി അബവ്. ആൻസർ സി ആണ്, വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ്.
17. പഠനം കാര്യക്ഷമമാകുന്നത് എഫക്റ്റീവ് ലേണിംഗ് ടേക്സ് പ്ലേസ് എ. സൗഹാർദ്ദപരമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധം സാധ്യമാകുമ്പോൾ ഇൻ ആൻ ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം. ബി. അധ്യാപിക ക്ലാസ്സിൽ കർശനമായി ഇടപെടുമ്പോൾ when the teacher is very strict in class. സി. അധ്യാപിക പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുമ്പോൾ when the teacher is for preparation of examination. ബി. അധ്യാപിക ധാരാളം നോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ when lot of notes are dictated. ആൻസർ എ ആണ്. പഠനം കാര്യക്ഷമമാകുന്നത് സൗഹാർദ്ദപരമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധം സാധ്യമാകുമ്പോഴാണ് ഇൻ ആൻ ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം. 18. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ആദ്യത്തെ 4 ഏറ്റവും അത്യന്താപേക്ഷിതമായ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അവ ഏതെന്ന് കണ്ടെത്തുക. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ആദ്യത്തെ 4 ഏറ്റവും അത്യന്താപേക്ഷിതമായ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അവ ഏതെന്ന് കണ്ടെത്തുക. The first 4 needs of Maslow's hierarchy of needs are known as deficiency needs. Which of the following are the deficiency needs? A. പ്രാഥമിക ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ആദരിക്കപ്പെടുക. ബി. പ്രാഥമിക ശാരീരിക ആവശ്യങ്ങൾ, അറിയാനുള്ള ആവശ്യങ്ങൾ, സൗന്ദര്യാത്മകം, ആദരിക്കപ്പെടുക. സി. പ്രാഥമിക ശാരീരിക ആവശ്യങ്ങൾ, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, സൗന്ദര്യാത്മകം, അറിയാനുള്ള ആവശ്യങ്ങൾ. ഡി. പ്രാഥമിക ശാരീരിക ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം, അറിയാനുള്ള ആവശ്യങ്ങൾ, സൗന്ദര്യാത്മകം. ഇതിൽ ശരിയായിട്ടുള്ളത് എ ആണ്. പ്രാഥമിക ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ആദരിക്കപ്പെടുക. 19. പൂർവ്വ കുട്ടിക്കാലത്തിൽ കുട്ടികളിൽ കാണപ്പെടുന്നതാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, എലക്ട്ര കോംപ്ലക്സ് എന്നിവ. ഇത് അവതരിപ്പിച്ചത് പൂർവ്വ കുട്ടിക്കാലത്തിൽ കുട്ടികളിൽ കാണപ്പെടുന്നതാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, എലക്ട്ര കോംപ്ലക്സ് എന്നിവ. ഇത് അവതരിപ്പിച്ചത് Oedipus complex and Electra complex are found among children of early childhood. This was found by A. Freud, B. Alport, C. Kohler, D. Asubel. Answer option A ആണ് ഫ്രോയിഡ്. ചോദ്യം 20. കഴിഞ്ഞ ഒരു മാസമായി അരുൺ എന്ന 7ാം ക്ലാസ്സുകാരൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോഴും അവന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്? കഴിഞ്ഞ ഒരു മാസമായി അരുൺ എന്ന 7ാം ക്ലാസ്സുകാരൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോഴും അവന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്? പഠന വൈകല്യം എന്നതിൻ്റെ ഇംഗ്ലീഷ് ലേണിംഗ് ഡിസാബിലിറ്റി. അപ്പോൾ ഏതാണ് ഉത്തരം? എ. നാമവൈകല്യം, ഡിസ്നോമിയ. ബി. പ്രയോഗ വൈകല്യം, ഡിസ്പ്രാക്സിയ. സി. ആലേഖന വൈകല്യം, ഡിസ്ഗ്രാഫിയ. ഡി. വായനാ വൈകല്യം, ഡിസ്ലെക്സിയ. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രയോഗ വൈകല്യം അഥവാ ഡിസ്പ്രാക്സിയ. 21. ഒരു പ്രത്യേക ഇനത്തിൽ അല്ലെങ്കിൽ വിഭാഗത്തിൽ തൻ്റെതായ കഴിവുകൾ ഭാവിയിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള കഴിവാണ്. ഒരു പ്രത്യേക ഇനത്തിൽ അല്ലെങ്കിൽ വിഭാഗത്തിൽ തൻ്റെതായ മികവുകൾ ഭാവിയിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള കഴിവാണ് the potential ability of a person to perform well in a specific area in future is A. അഭിരുചി, aptitude. B. മനോഭാവം, attitude. C. സർഗാത്മകത, creativity. D. പ്രതിഭ, giftedness. ആൻസർ ഓപ്ഷൻ എ ആണ്, അഭിരുചി അഥവാ ആപ്റ്റിറ്റ്യൂഡ്. 22. ചില രക്ഷാകർത്താക്കൾ
കുട്ടികൾ അപായത്തിൽ അല്ലെങ്കിൽ അപകടത്തിൽ പെടുമെന്ന് പേടിച്ച് ഒരു ജോലിയും സ്വന്തമായി ചെയ്യാൻ അനുവദിക്കില്ല. മറിച്ച് അവർ ആ പ്രവൃത്തി കുട്ടിക്ക് വേണ്ടി ചെയ്യും. കുട്ടിയിൽ വളർന്നു വരേണ്ട ഏത് ഗുണമാണ് ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത്? ചില രക്ഷിതാക്കൾ അഥവാ ചില രക്ഷാകർത്താക്കൾ കുട്ടികൾ അപായത്തിൽ അല്ലെങ്കിൽ അപകടത്തിൽ പെടുമെന്ന് പേടിച്ച് ഒരു ജോലിയും സ്വന്തമായി ചെയ്യാൻ അനുവദിക്കില്ല. മറിച്ച് അവർ ആ പ്രവൃത്തി കുട്ടിക്ക് വേണ്ടി ചെയ്യും. കുട്ടിയിൽ വളർന്നു വരേണ്ട ഏത് ഗുണമാണ് ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത്? എ. സ്വയം പഠനം, സെൽഫ് ലേണിംഗ്. ബി. പ്രവർത്തനത്തിലൂടെ പഠിക്കൽ, ലേണിംഗ് ബൈ ഡൂയിങ്. സി. സ്വയം ആശ്രയിക്കൽ, സെൽഫ് ഡിപ്പെൻഡൻസ്. ഡി. അറിയാനുള്ള ആഗ്രഹം, ക്യൂരിയോസിറ്റി. ആൻസർ സി ആണ്, സ്വയം ആശ്രയിക്കൽ അഥവാ സെൽഫ് ഡിപ്പെൻഡൻസ്. 23. എയ്ബ് എന്ന കുട്ടിയുടെ മാനസിക വയസ്സ് 12 ആണ്. കുട്ടിയുടെ കാലിക വയസ്സ് 10 ആയാൽ IQ അഥവാ ബുദ്ധിമാനം എത്ര? എയ്ബ് എന്ന കുട്ടിയുടെ മാനസിക വയസ്സ് 12 ആണ്. കുട്ടിയുടെ കാലിക വയസ്സ് 10 ആയാൽ IQ അഥവാ ബുദ്ധിമാനം എത്ര? The mental age of Abe is 12. His chronological age is 10. Then his IQ അഥവാ ഇന്റലിജന്റ് quotient is. അപ്പോൾ ബുദ്ധിമാനം അഥവാ IQ ആണ് ഈ ചോദ്യത്തിലൂടെ കാണേണ്ടത്. അപ്പോൾ ഇത് സംബന്ധമായ ചോദ്യങ്ങൾ സ്ഥിരമായി വരാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൂത്രവാക്യം എന്താണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. MA/CA into 100 ഇതാണ് അതിൻ്റെ സൂത്രവാക്യം. ഇത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. MA എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഏജ്, മലയാളത്തിൽ മാനസിക വയസ്സ് എന്ന് പറയും. അതെത്രയാണ്? 12 ആണ്. അപ്പോൾ 12 എന്ന് നമ്മൾ ഇവിടെ എഴുതി. യെസ്. ഇനി CA എന്നാൽ ക്രൊണോളജിക്കൽ ഏജ് അഥവാ കാലിക വയസ്സ് അഥവാ സാധാരണ വയസ്സ് എന്ന് പറയുന്ന ആ വയസ്സിനെയാണ് ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അതെത്രയാണ്? 10 ആണ്. ഇൻറ്റു 100. ഇത് ചെയ്താൽ ഇതിന് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ ഈ പൂജ്യത്തെയും ഈ പൂജ്യത്തെയും നമ്മൾ വെട്ടി. അപ്പം ബാക്കി എന്താ ഉള്ളത്? 12 ഇൻറ്റു 10. 12 10 എത്രയാണ്? 120. യെസ്. അപ്പോൾ 120 എന്നാണ് ഉത്തരം കിട്ടുക. അത് 120 ഇവിടെ ഉണ്ട്. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 24. രക്ഷിതാക്കളിൽ നിന്ന് ശിക്ഷ ഭയന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിലെ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? രക്ഷിതാക്കളിൽ നിന്ന് ശിക്ഷ ഭയന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിലെ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് children behave in better way to avoid punishment from their parents. According to Kohlberg's moral development theory, during which stage they behave like this? A. വ്യവസ്ഥാപിത തലം, കൺവെൻഷണൽ ലെവൽ. B. വ്യവസ്ഥാപിത പൂർവ്വതലം, പ്രീ കൺവെൻഷണൽ ലെവൽ. C. വ്യവസ്ഥാപിതാനന്തര തലം, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. D. അതോറിറ്റി തലം, അതോറിറ്റി ലെവൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വ്യവസ്ഥാപിത പൂർവ്വതലം അഥവാ പ്രീ കൺവെൻഷണൽ ലെവൽ. അപ്പോഴാണ് കുട്ടികൾ ശിക്ഷ ഭയന്നുകൊണ്ട് നല്ല രീതിയിൽ പെരുമാറുന്നത്. 25. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ സഹകരണം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ സഹകരണം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? Which of the following activities is most suitable to develop cooperation among primary school children? A. കഥ പറച്ചിൽ, സ്റ്റോറി ടെല്ലിംഗ്. B. കളികൾ, പ്ലേസ്. C. ചർച്ച, ഡിസ്കഷൻ. D. സംഗീതം, മ്യൂസിക്. ആൻസർ
ബി ആണ്, കളികൾ, പ്ലേസ്. 26 സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയതൃഷ്ണ. ഇവ അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളാണ്. ഇവ നിർദ്ദേശിച്ചത് സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയതൃഷ്ണ. ഇവ അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളാണ്. ഇവ നിർദ്ദേശിച്ചത് നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. These are related with the theory of motivation proposed by A. Maslow, B. Adler, C. Bandura, D. McClelland. Answer ഓപ്ഷൻ ഡി ആണ്, മെക്ലെലാൻഡ്. 27 ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ സർഗാത്മകതയുള്ള കുട്ടിയുടെ സവിശേഷതയാകാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ളത് ഏതാണ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ സർഗാത്മകതയുള്ള കുട്ടിയുടെ സവിശേഷതയാകാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ളത് ഏതാണ്? Which of the following is the least possible characteristics of a creative child? A. വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. ബി. വ്യതിരിക്ത ചിന്ത, ഡൈവർജന്റ് തിങ്കിങ്. സി. ആശയസ്പഷ്ടത, പുതുമ, നവീന ചിന്ത. ആർട്ടിക്കുലേറ്റിംഗ് ഐഡിയാസ്, നോവൽറ്റി ആൻഡ് ഇന്നോവേഷൻ. ബി. ഡി. ഏകമുഖ ചിന്ത, കൺവർജന്റ് തിങ്കിങ്. ഇതിൽ സർഗാത്മകതയുള്ള കുട്ടിയുടെ സവിശേഷതയാകാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ളത് ഡി ആണ്, ഏകമുഖ ചിന്ത അഥവാ കൺവർജന്റ് തിങ്കിങ്. 28 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരത്തിലുള്ള ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയാണ് സാധാരണ കുട്ടികളോടൊപ്പം ഇരുത്തി വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്നത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരത്തിലുള്ള ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയാണ് സാധാരണ കുട്ടികളോടൊപ്പം ഇരുത്തി വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്നത്? Which of the following types of mentally challenged children can be educated in an inclusive classroom? A. മൃദുവായതും മിതമായതും, മൈൽഡ് ആൻഡ് മോഡറേറ്റ്. ബി. മിതമായതും തീവ്രമായതും, മോഡറേറ്റ് ആൻഡ് സിവിയർ. സി. തീവ്രമായതും തീഷ്ണമായതും, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. ഡി. തീഷ്ണമായത് മാത്രം, പ്രൊഫൗണ്ട് ഓൺലി. ആൻസർ എ ആണ്, മൃദുവായതും മിതമായതും, മൈൽഡ് ആൻഡ് മോഡറേറ്റ്. ചോദ്യം 29 പാരമ്പര്യത്തെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയാകാൻ സാധ്യത കുറഞ്ഞത് ഏതാണ്? പാരമ്പര്യത്തെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയാകാൻ സാധ്യത കുറഞ്ഞത് ഏതാണ്? Which of the following is not necessarily true with regard to heredity? A. സാമൂഹ്യ ഘടനയുടെ പ്രാഥമിക ഘടകമാണ് പാരമ്പര്യം. Heredity is considered as a primary social structure. B. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യവും പരിസ്ഥിതി ഘടകങ്ങളും പ്രാധാന്യമുള്ള ഘടകങ്ങളാണ്. Heredity and environment are important factors in the development of personality of an individual. C. പാരമ്പര്യ ഘടകങ്ങളെ നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. We cannot control the hereditary factors directly. D. വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത്. Heredity is the only important factor in the development of personality of an individual. ഇതിൽ ശരിയായ ഉത്തരം എ ആണ്. എ എന്ന ഓപ്ഷനാണ്. സാമൂഹ്യ ഘടനയുടെ പ്രാഥമിക ഘടകമാണ് പാരമ്പര്യം. ഇത് ശരിയാകാൻ സാധ്യത ഏറ്റവും കുറഞ്ഞത് ഇതാണ്. ഈ 4 ശരിയാകാൻ സാധ്യത ഏറ്റവും കുറഞ്ഞത് ഈ എ എന്ന ഓപ്ഷനാണ്.
സാമൂഹ്യ ഘടനയുടെ പ്രാഥമിക ഘടകമാണ് പാരമ്പര്യം. ഹെറിഡിറ്റി ഈസ് കൺസിഡേർഡ് ആസ് എ പ്രൈമറി സോഷ്യൽ സ്ട്രക്ചർ. ഈ ചോദ്യത്തിൽ ഒരു പ്രത്യേകത, നിങ്ങൾ പരീക്ഷാ ഭവൻ പുറത്തിറക്കിയിട്ടുള്ള ആൻസർ കീ ശ്രദ്ധിച്ചാൽ ആൻസർ കീയിൽ കൊടുത്തത് ഡി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഇറക്കിയ റെക്ടിഫൈഡ് ആൻസർ കീയിൽ ഇത് എ ആണ് എന്ന് നിജപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പോൾ എ ആണ് ഉത്തരം. 30. ഒരു സ്കൂൾ സ്റ്റാഫ് കൗൺസിൽ പെൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡർമാരാക്കാനും സ്കൂൾ ലീഡറാക്കാനും തീരുമാനിച്ചു. ഇത് ഒരു സ്കൂൾ സ്റ്റാഫ് കൗൺസിൽ പെൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡർമാരാക്കാനും സ്കൂൾ ലീഡറാക്കാനും തീരുമാനിച്ചു. ഇത് എ പെൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനുള്ള പുരോഗമനാത്മകമായ ഒരു കാൽവെപ്പാണ്. ബി ആഗോള മാറ്റങ്ങൾക്ക് അനുസൃതമാണ്. സി സ്കൂൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പ്രായോഗിക പരിഹാര മാർഗമാണ്. ഡി വ്യക്തമായ ലിംഗവിവേചനമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വ്യക്തമായ ലിംഗവിവേചനമാണ്. എ ക്ലിയർ എവിഡൻസ് ഓഫ് ജെൻഡർ ബയാസ്.